നമസ്കാരം. നമ്മളിൽ പലരുടെയും ഒരുപക്ഷെ ലക്ഷക്കണക്കിന് ആളുകളുടെയൊക്കെ ഒരു ദിവസം തുടങ്ങുന്നത് ഈ ഒരു കീർത്തനം കേട്ടുകൊണ്ടാണ്. ഭക്തിയും സംഗീതവും ഒന്നിച്ചു ചേരുന്ന അതിമനോഹരമായ വെങ്കടേശ്വര സുപ്രഭാതം. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ വിശദമായി സംസാരിക്കാൻ പോകുന്നത്. എന്തൊരു മനോഹരമായ വരികളാണല്ലേ! കോടിക്കണക്കിന് ആളുകൾക്ക് ഒരു പുതിയ ദിവസത്തിൽ അവർ കേൾക്കുന്ന ആദ്യത്തെ ശബ്ദം ഒരുപക്ഷെ ഈ വാക്കുകളായിരിക്കും. പ്രതീക്ഷയുടെയും ഭക്തിയുടെയും ഒരു ദിവ്യമായ തുടക്കം. അപ്പോ ഈ മനോഹരമായ കീർത്തനത്തെ നമുക്ക് 4 പ്രധാന ഭാഗങ്ങളായിട്ട് തിരിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഓരോ ഭാഗത്തിനും അതിൻ്റേതായ ഒരു ഭാവവും അർത്ഥവുമുണ്ട്. നമുക്ക് ഓരോന്നായി പരിശോധിച്ച് ഈ കാവ്യത്തിന്റെ ആത്മാവിലേക്ക് ഒന്നിച്ചിറങ്ങിച്ചെല്ലാം. അപ്പോ എന്താണ് ഈ പ്രഭാതഗീതത്തിന്റെ യഥാർത്ഥ ഉദ്ദേശം? എന്തിനാണ് ഒരു ഭക്തൻ ദൈവത്തെ വിളിച്ചുണർത്തുന്നത്? ഇതിനു പിന്നിലെ ആശയം വളരെ ലളിതമാണ്, അതേസമയം വളരെ മനോഹരവുമാണ്. ഈ വാക്കൊന്ന് ശ്രദ്ധിക്കൂ. സുപ്രഭാതം. സു എന്ന് പറഞ്ഞാൽ നല്ലത്, മംഗളകരമായത്.